6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡാണ് പള്ളിയിൽ. ആ സമയത്ത് അവിടെ ഇരുന്ന വികാരി അച്ഛൻ ഉൾപ്പെടെ പലരും അതിന് കാരണക്കാരാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മതം വലിച്ചെറിയാൻ തന്നെ തോന്നുന്നത്. ചർച്ചിൽ കുർബാനയൊക്കെ നടക്കുമ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ ഹരാസ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കുമ്പസാരിക്കില്ല എന്ന് ഞാൻ തീരുമാനം. എൻ്റെ ഫാദർ കുമ്പസാരിക്കുന്നില്ല, അപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി മാത്രം ആ പള്ളിയിൽ ഒരു കുമ്പസാരം നടക്കുക. പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അപ്പം എന്നെ പല തരത്തിൽ പല മനുഷ്യന്മാർ കുമ്പസാരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. 10 പഠിക്കുമ്പോൾ വീണ്ടും ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്. എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് സ്കൂളുകളിലും ഉണ്ടാവും ഒരു ധ്യാനം നടത്തും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നോ നമ്മൾ കണ്ട ഒരു പോൺ വീഡിയോ ഒക്കെ എന്തോ നമ്മുടെ ജീവിതകാലം നമ്മുടെ തീർന്നു എന്നുള്ള രീതിയിലൊക്കെ ഉമ്മാർ അടിച്ചേൽപ്പിച്ച് വല്ലാതെ നമ്മളെ മാനസികമായിട്ട് തകർത്തി കുമ്പസാരിക്കാനല്ലാതെ ഇനി രക്ഷയില്ല എന്ന് നമ്മൾ തന്നെ തോന്നി. ഞാൻ 10 പഠിക്കുമ്പോൾ പോയി കുമ്പസാരിക്കുന്നുണ്ട്. കാരണം SSLC പരീക്ഷ വരുന്ന നമ്മളെ ബാധിക്കുമോ. ഇപ്പോൾ ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തു പോയതൊക്കെ ഉണ്ടെന്നുണ്ട് നമ്മൾ തീർന്നു. ഏതോ ഒരു തരത്തിൽ ഇമോഷണലി കൊണ്ട് ഇട്ടിട്ട് നമ്മൾ കുമ്പസാരിച്ചാൽ ഇതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പോയി കുമ്പസാരിച്ചു. കോളേജിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അവിടെയുണ്ട് ഈ ധ്യാനം. അവിടുത്തെ ധ്യാനത്തിൽ നമ്മൾ വീഴുന്നില്ല. ഇവന്മാർ പറഞ്ഞാൽ ബൈബിൾ വെച്ച് തന്നെ ഇവരെ തിരിച്ചടിക്കണം എന്നൊക്കെ ഉള്ളതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൗൺസിലിംഗ് വരുവാണ്. ഞാനും എന്നെ കുമ്പസാരിപ്പിക്കാൻ വന്ന ഒരു ഫാദറും തമ്മിൽ 1 മണിക്കൂറാണ് സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞു ഓക്കെ മോനെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയായത് അങ്ങനെയായത്. അങ്ങനെ 1 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ കുമ്പസാരിച്ചില്ല. അപ്പോൾ എന്നെ കൗൺസിലിങ്ങിന് വിധേയനാക്കി. പക്ഷെ നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മാസ്റ്റർബേഷനാണ്. നീ മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലെന്നറിയാവോ? ദൈവത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലെന്നാണ്. എനിക്കിഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ആയിരുന്നു. തെറ്റാണെന്ന് മനസ്സിലിപ്പോൾ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. എന്നാണ് ചേട്ടൻ തെറ്റാണെന്ന് മനസ്സിലായത്? എനിക്ക് പ്രായപൂർത്തിയായപ്പോൾ 18 വയസ്സ് 20 വയസ്സൊക്കെ ആയപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നേക്കാളും കുറേ കൂടെ മോശം സാഹചര്യത്തിലേക്കായിരിക്കും അത്രയും വർഷം മുന്നേ നിങ്ങളുടെയൊക്കെ പരിപാടി. വിവാഹത്തോടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി. പറഞ്ഞ ഇത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് ആയതേ ഉള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിർത്തിക്കണം. അതിനെയൊക്കെ പറഞ്ഞ് എനിക്കൊരു 26 വയസ്സുണ്ടാവും. കോളേജിൽ ഞാൻ MA പഠിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഹോമോസെക്ഷൽസിനെ സപ്പോർട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം എടുക്കുന്നു. കോളേജിൻ്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങിച്ചാൽ ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. അത് ഈ സിനിമയാണ് പ്രശ്നമാണ്. ഞാൻ ഫിലിം സ്റ്റഡീസ് പഠിക്കുന്നു, ഞാൻ ഹോമോസെക്ഷലിനെ സപ്പോർട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം എടുക്കുന്നു, ഞാൻ പുറത്താവുന്നു. ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് എനിക്കിപ്പോഴും ബോധ്യമുണ്ട്. കോളേജിന് തെറ്റാണെന്ന് എൻ്റെ പഠനം മുടങ്ങുന്നു, ഞാൻ ഡിസ്മിസലാവുന്നു. ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയാം എൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി. ആ സിനിമ പിന്നീട് ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോവുകയും 5 മിനിറ്റേ ഉള്ളൂ. ആ രീതിയിൽ അത് എന്നെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ ആ സിനിമ. നീ അരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടെൻ കരൾ പിടയും, ഇതളോര തിളവേൽക്കും വെൺശലഭം പോൽ ഞാൻ മാറിടും. ഒരു അതർ ലാംഗ്വേജ് ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്. അവിടുത്തെ ഇൻ്റർവ്യൂവർ പറയുന്നൊരു കാര്യമാണ്, മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു മടിയും കൂടാതെ നല്ല പ്രമേയങ്ങൾ വരുമ്പോഴത്തേനും സ്വീകരിക്കുന്ന ആളുകളാണ് അവിടുത്തെ ഡയറക്ടേഴ്സ്. മറ്റ് ഭാഷകളിലും ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ കുറച്ച് കൂടുതലാണത്. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ഈ സിനിമയെ പോലും കാണാൻ സാധിക്കുന്ന കാര്യം അവരുടെ ഒരു ഒത്തൊരുമയാണ്. ഇപ്പം ചിലപ്പം എന്താ പറയുക ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്തൊരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പലരും ഒരേ തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര ഒത്തൊരുമ എനിക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ചേട്ടനിപ്പം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പുറകിലും മുമ്പിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ചേട്ടൻ ആ ഒരു ഒത്തൊരുമ ഫീൽ ചെയ്യാറുണ്ടോ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിന്? ഉണ്ട്. ഒത്തൊരുമ ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും ഇതേപോലെ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലാണ്. പക്ഷെ അതില്ലാതെ ആയാൽ മാത്രമേ സിനിമ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. ഇനി ഇവരുടെ കൂടെയൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ ഈ കാണുമ്പോൾ അജയെ കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു ഭയം എന്ന് പറയുന്നത്, അജയ് എങ്ങനെയായിരിക്കും എന്നെ കാണുമോ ഇവനൊക്കെ വലിയ മറ്റേ സിനിമയുടെ ആൾക്കാരാണല്ലോ. ഇപ്പം അജയുടെ ഷൈലോക്കിൻ്റെ ഇൻട്രോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ലൂപ്പടിച്ചിട്ടൊരു സമയം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണത് കാണാൻ. എനിക്ക് മമ്മൂക്കാനെ അങ്ങനത്തെ ഒരു കിടിലൻ ഇൻട്രോ ആണ് ഷൈലോക്കിൻ്റെ. അപ്പോൾ എൻ്റെ മോൻ അതെപ്പോഴും കാണുമായിരുന്നു, അത് ഞാനും കാണുമായിരുന്നു. നല്ല ഷോർട്ട് ടേക്കിംഗ് ആണ്, ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്കതിനെ അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷേ അജയ് അതെങ്ങനെ എടുക്കുകയെന്ന് അറിയില്ലല്ലോ. പക്ഷേ അജയോട് വർത്തമാനം പറയാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ നല്ല കട്ട കമ്പനി ആയിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഒരു സിനിമ നന്നാവുന്നതിൽ സന്തോഷിക്കുക അല്ലേ. നമ്മൾ ഇപ്പം ചോദിച്ചല്ലോ പുറത്തുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന്. ആ ചോദ്യത്തിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് ബോംബെയിലൊക്കെ പോയിട്ട് അവിടെയുള്ള ഫിലിം ഫീൽഡിലുള്ള മനുഷ്യർ നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുന്ന കേട്ടാൽ നമ്മളിങ്ങനെ അഭിമാനം കൊണ്ട് നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ പുളകിതരായി മാറും. അത്
നമ്മുടെ ഫിലിം മേക്കേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചും, നിങ്ങൾ അവിടെ എന്തൊരു തരം ഓഡിയൻസാണ്, നിങ്ങൾ എന്തെല്ലാം തരം സിനിമകളാണ് വിജയിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ നന്നായി പോകുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഭ്രമയുഗം വരുന്നു, അത് ഹിറ്റ് ആവുന്നു, ആവേശം വരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഓക്കെ, നിങ്ങൾ സിനിമ ഉണ്ടാക്കി, ഇത് കാണാൻ മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ എന്താ, നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഭാഗം. ഇപ്പം നമ്മൾ ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും എഴുത്തുകാരനും ക്യാമറമാനും ഒക്കെ ഉള്ളെങ്കിൽ പോലും ആ സിനിമ പുറത്തോട്ട് വരുമ്പോൾ എത്രയോ മനുഷ്യരുടെ പലതരത്തിലുള്ള, പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെയൊക്കെ സൈഡിൽ അവരെ സഹായിക്കുന്ന ഒരുപാട് തരം മനുഷ്യരുണ്ട്. അത് ചിലപ്പോൾ ഒരു സിനിമ, ഞങ്ങളുടെ സിനിമ എന്ന് വരുന്നു, നിങ്ങളെന്നാൽ ഒരാഴ്ച മാറ്റി കളിക്കാവോ, അപ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ചും കൂടെ കളക്ഷൻ വരും, അടുത്ത ആഴ്ച ആ സിനിമ വരട്ടെ, അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് തന്നെയാണ് ഇവിടെ എല്ലാ കാലത്തും, ഇന്നും അങ്ങനെ തന്നെ. എനിക്കറിയത്തില്ല, അങ്ങനെ ഈഗോ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രേമലുവിലൊക്കെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചു, ഇപ്പോൾ പ്രേമലുവിലൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ എന്ത് രസമാണ്, എന്ത് ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മൾ വിജയിപ്പിക്കുന്നു. നമ്മൾ ഈ പ്രേമലുവൊക്കെ പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഭ്രമയുഗം, ആവേശം വരെയുള്ള സിനിമകളെക്കുറിച്ച് കേരളത്തിന് പുറത്ത് മലയാളം അറിയത്തില്ലാത്ത മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അസൂയ എന്ന് പറഞ്ഞൊരു സാധനം വരുമോ എനിക്കറിയില്ല, നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുക. ഇപ്പം ഒരുപാട് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഡയറക്ടറാണ് ജിയോ ചേട്ടൻ. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്ത് കാര്യം വന്നാലും ജിയോ ചേട്ടനായിട്ടുള്ളൊരു നിലപാട് കാണും, അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുമ്പോഴത്തേനും പലരും ചെയ്യാത്തൊരു കാര്യമായിരിക്കും. ചിലപ്പം ചേട്ടന് വേണമെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അത് സംസാരിക്കാതെ പോകാം, അപ്പോൾ ആ ഒരു ദിവസം നോർമൽ രീതിയിൽ പോകാം, വിമർശനങ്ങൾ ഏറ്റുവാങ്ങില്ല, ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യില്ല, ഒരു സേഫ് സോണിൽ പൊക്കോണ്ടിരിക്കാം. പക്ഷേ അത് ചേട്ടൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് മാറ്റം വരണമെന്നല്ല, പക്ഷേ എനിക്ക് എൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ജിയോ ചേട്ടൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ടോ? വളരെ അടുപ്പമുള്ള മനുഷ്യർ പറയാറുണ്ട്, എന്തിനാണ് എല്ലാ കാര്യത്തിലും പോയി ഇടപെടുന്നത്. ചില സമയത്ത് എനിക്ക് ശരിയാണെന്ന് തോന്നും, ചില സമയത്ത് ചില കാര്യങ്ങളിൽ ഇടപെടാൻ തോന്നും. എനിക്ക് ഇടപെടണം തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഇടപെടുന്നുണ്ട്. ചില സമയത്ത് ഇതെല്ലാം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇപ്പം ഈ കനിയനെ ചീത്ത പറയുമ്പോൾ കനിയെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ ചീത്ത പറയുമ്പോൾ എന്നെ ബാധിക്കില്ലായിരുന്നു, പക്ഷേ എൻ്റെ മക്കളെ ചീത്ത പറയുമ്പോൾ, എൻ്റെ പാർട്ണറെ ചീത്ത പറയുമ്പോൾ എന്നെ ബാധിക്കും, എൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞാൽ എന്നെ ബാധിക്കും. ഞാൻ അവരെ പോയി തിരിച്ച് ചീത്ത വിളിക്കുന്നു എന്നല്ല, നമ്മളെ അഫക്റ്റ് ചെയ്യുക. എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ വ്യാപൃതരായ മനുഷ്യരെ, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യരെ ചീത്ത വിളിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമം വരും. നമ്മൾ കുറച്ച് നേരം വിഷമിക്കും. ഇതുങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ കമൻറ്റ് ഇട്ട് ജീവിക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, ഫേക്ക് IDs ആയിരിക്കും കൂടുതൽ. അവരോടൊന്നും അവരെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ അങ്ങനത്തെ കമൻസ് കാണുമ്പോൾ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അയാൾ പോയി വേറൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാം, അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ തന്നെ. ഇപ്പോൾ ചേട്ടൻ അപ്പോൾ ഇത്രയും നിലപാടുകളൊക്കെ പറയുമ്പോഴത്തേനും അത് ചേട്ടൻ എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്? അതായത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു തോട്ട് എന്താണ് അതിലുള്ളത്? നമ്മൾ കുഞ്ഞിലെ മുതൽ അങ്ങനെയായിരുന്നു. നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കിയെടുത്തതല്ല. ഇത് സാമൂഹ്യ പ്രതിബദ്ധതയാണോ എന്ന് നമുക്കറിയില്ല. നമ്മളങ്ങനെ ആയിരുന്നു. നമ്മളങ്ങനെ ഒരു വീട്ടിലൊക്കെ ജനിച്ചുകൊണ്ടായിരിക്കും. എൻ്റെ ഫാദർ ഏതാണ്ട് ഇതിൻ്റെ വേറൊരു വേർഷനാണ് കുറേയൊക്കെ. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രോബ്ലം മേക്കറാണ്. അത് മനഃപൂർവ്വം എന്നാൽ ഭാവിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുത്തനായേക്കാം, അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിയേക്കാന്ന് വെച്ചിട്ടൊന്നുമല്ല. സ്കൂളിൽ മിക്കവാറും എന്താ പറയുക, ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോൾ ഒരു വർഷം 2-3 പ്രാവശ്യമെങ്കിലും അച്ഛനെ വിളിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ആ ഇഷ്യൂസൊക്കെ നമ്മുടെ സൈഡിലായിരിക്കും ന്യായം മിക്കവാറും. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാൻ പറ്റുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ ഫാദർ വന്നാൽ എന്നെ ഭയങ്കരമായിട്ടൊന്നും ബാധിക്കില്ല. കോളേജ് പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ പല കേസുകളിലും വീട്ടിലോട്ട് കോളേജിൽ നിന്ന് കത്തയക്കുന്നു ഫാദറിന്, നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഫാദറിനറിയാം ഞാൻ അങ്ങനെ അത്രമാത്രം ഒരു അതമ്പതിച്ച ഒരുത്തനല്ല. ഇത് നിരന്തരം പരിപാടിയാണ്. പിന്നെ ചർച്ചിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പള്ളിയിൽ നിരന്തരം ചോദ്യം ചെയ്യുന്ന ഒരുത്തനായി മാറി ഞാൻ. അതായത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡാണ് പള്ളിയിൽ. അത് ആ സമയത്ത് അവിടെ ഇരുന്ന വികാരി അച്ഛൻ ഉൾപ്പെടെ പലരും
അതിന് കാരണക്കാരാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മതം വലിച്ചെറിയാൻ തന്നെ തോന്നുന്നത്. ഞാൻ പള്ളിയിൽ ഇങ്ങനെ ചർച്ചിൽ കുർബാനയൊക്കെ നടക്കുമ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ ഹരാസ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ, അങ്ങനെ ചെയ്യപ്പെടുന്ന. അത് പലതും എൻ്റെ ഫാദർ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടായിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഈ വേദപാഠ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഞാൻ ഭയങ്കര കുറേയൊക്കെ എൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെ നീറ്റായിട്ടുള്ള ഒരു കുട്ടിയൊന്നും അല്ല. എനിക്ക് ആ പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ കുസൃതികളും എനിക്കുണ്ട്. അവിടെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഇപ്പം ഞാൻ കുമ്പസാരിക്കില്ല എന്ന് ഞാൻ തീരുമാനം. എൻ്റെ ഫാദർ കുമ്പസാരിക്കുന്നില്ല, അപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി മാത്രം ആ പള്ളിയിൽ ഒരു കുമ്പസാരം നടക്കുക. ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ഒരു എൻ്റെ സൺഡേ ക്ലാസ്സിലൊക്കെ ഒരു 10-15 കുട്ടികളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അവിടെ മുഴുവൻ കുമ്പസാരം നടത്തുന്നു, എന്നെ വിളിക്കുന്നു. എനിക്ക് കുമ്പസാരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനൊരു 8 വല്ലതും ആയിരിക്കും. അപ്പോൾ എന്നെ പേര് വിളിച്ച് പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. അതായത് നമ്മൾ ബലമായി കുമ്പസാരിപ്പിച്ച് അടങ്ങും. അപ്പോൾ ഈ കുമ്പസാര കൂടുന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ അതൊക്കെ നമ്മൾ പേടിപ്പിച്ചു. കയറി നിൽക്കണം, കുമ്പസാരിക്കണം പറഞ്ഞു. എനിക്ക് കുമ്പസാരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അപ്പം അത് നമ്മൾ പറയുന്നത് എന്താ, എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കരുത്. ഇത് ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വളർന്നുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ സ്നേഹ ചോദിച്ചതുപോലെ ഭാവിയിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ വളർന്നു വന്നതെന്നേ. അപ്പോൾ 8ലൊക്കെയാണ് പഠിക്കുന്നത്, ഞാൻ കുമ്പസാരിച്ചില്ല. എന്നെ പല തരത്തിൽ പല മനുഷ്യന്മാർ കുമ്പസാരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, കുമ്പസാരിച്ചിട്ടില്ല. 10 പഠിക്കുമ്പോൾ വീണ്ടും ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ്. അതായത് എനിക്ക് വീണ്ടും മനസ്സിലാവും. 10 പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ട്, എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും ഒരു ധ്യാനം നടത്തും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്. ആ ധ്യാനത്തിൽ ഇവന്മാരുടെ ഈ എന്താ പറയുക, അതിന് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നോ അതെ, നമ്മൾ കണ്ട ഒരു പോൺ വീഡിയോ ഒക്കെ എന്താ നമ്മുടെ ജീവിതകാലം നമ്മുടെ തീർന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവന്മാർ അടിച്ചേൽപ്പിച്ച് വല്ലാതെ നമ്മളെ മാനസികമായിട്ട് തകർത്തി. കുമ്പസാരിക്കാനല്ലാതെ ഇനി രക്ഷയില്ല എന്ന് നമ്മൾ തന്നെ തോന്നി. ഞാൻ 10 പഠിക്കുമ്പോൾ പോയി കുമ്പസാരിക്കുന്നുണ്ട്, കാരണം SSLC പരീക്ഷ വരുന്ന നമ്മളെ ബാധിക്കുമോ ഒരു പേടി. ഞങ്ങളാണ് ബോയ്സ് സ്കൂളാണ്, കുറച്ച് ഈ പറയുന്ന പോലെ വേറെ തരത്തിലൊക്കെ എപ്പോഴും പെൺപിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണുങ്ങളുടെ ഒരു ആ ഒരു പ്രായത്തിലൊക്കെ പരിപാടികളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തു പോയതൊക്കെ ഉണ്ടെന്നുണ്ട് നമ്മൾ തീർന്നു, ഇനിയിപ്പോൾ നമ്മുടെ ജീവിതം കഴിഞ്ഞു. അത്രമാത്രം നമ്മൾ ക്രൂശിക്കപ്പെടുന്ന രീതിയിൽ നമ്മളെ ഏതോ ഒരു തരത്തിൽ ഇമോഷണലി കൊണ്ട് ഇട്ടിട്ട് നമ്മൾ കുമ്പസാരിച്ചാൽ ഇതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പോയി കുമ്പസാരിച്ചു എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനൊരു പെങ്കൊച്ചിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് അറിയാം, ഇപ്പോൾ അറിയാം, അതൊക്കെ സ്വാഭാവികമായിട്ട് ആ പ്രായത്തിലുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പഴയ ട്രാക്കിലേക്ക് വന്നു, വീണ്ടും അതേ പെൺകുട്ടിയുടെ പുറകെ പോകുന്നു. വീണ്ടും നമ്മൾ ഈ നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരുന്നു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര രസമാണ്. അപ്പം നമ്മളിങ്ങനെ ചോദ്യം ചെയ്ത് കോളേജ് ചെല്ലുമ്പോൾ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലെവൽ കൂടിയിട്ടുള്ള വേർഷനാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ആ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ, ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ, അങ്ങനെ. ഇപ്പം രസകരമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റുകളായിരിക്കും. അപ്പം ആ പ്രായത്തിൽ നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചേട്ട ശരിയെന്ന് തോന്നി ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റായിട്ട് പറയടാ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ട് കൊച്ചിലോട്ട്? ഒത്തിരി ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പൊ കുമ്പസാരിച്ചത് പറയുമ്പോൾ വളരെ രസകരമായിട്ട് ഞാൻ ചോദിച്ചാണ്. ഈ ഒരിക്കലും എന്നോട് ഒരു ആൾ വന്ന് പറഞ്ഞു ഇങ്ങനെ, വീണ്ടും നമ്മൾ കോളേജിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അവിടെയും ഉണ്ട് ഈ ധ്യാനം. അവിടുത്തെ ധ്യാനത്തിൽ നമ്മൾ വീഴുന്നില്ല, നമ്മൾ ഭയങ്കര എന്താണ്, നമ്മൾ കുറച്ച് ബൈബിളൊക്കെ വായിച്ച് പഠിച്ച് ഇവന്മാർ പറഞ്ഞാൽ ബൈബിൾ വെച്ച് തന്നെ ഇവരെ തിരിച്ചടിക്കണം എന്നൊക്കെ ഉള്ളതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൗൺസിലിംഗ് വരുവാണ്, കൗൺസിലിങ്ങിന് ഇരിക്കുന്നു. അവിടെയും കുമ്പസാരിക്കാതെ ഞാൻ തിരിച്ചു പോന്നിരിക്കുക. ഞാനും എന്നെ കുമ്പസാരിപ്പിക്കാൻ വന്ന ഒരു ഫാദറും തമ്മിൽ 1 മണിക്കൂറാണ് സംസാരിച്ചത്. അതായത് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. അയാളും ഞങ്ങളും 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു സൗകര്യമില്ല, പറ്റത്തില്ല അച്ഛൻ പറഞ്ഞു ഓക്കെ മോനെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയായത് അങ്ങനെയായത്. അങ്ങനെ 1 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ കുമ്പസാരിച്ചില്ല. അപ്പോൾ എന്നെ കൗൺസിലിങ്ങിന് വിധേയനാക്കി. അപ്പോൾ ചോദിച്ചാൽ നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മാസ്റ്റർബേഷനാണ്, നീ മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് ദൈവത്തിന് ഇഷ്ടമില്ലെന്നറിയാവോ? പറഞ്ഞു ദൈവത്തിന് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് എനിക്കിഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആയിരുന്നു, തെറ്റാണെന്ന് മനസ്സിലിപ്പോൾ ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാണ് ചേട്ടനത് തെറ്റാന്ന് മനസ്സിലായത്? എനിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഞാൻ പറഞ്ഞു 18 വയസ്സ് 20 വയസ്സൊക്കെ ആയപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നെക്കാളും കുറേ കൂടെ മോശം സാഹചര്യത്തിലേക്കായിരിക്കും അത്രയും വർഷം മുന്നേ നിങ്ങളുടെയൊക്കെ പരിപാടി. എനിക്കറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊരു തുറന്ന സംസാരമുണ്ട്. വിവാഹത്തോടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു
ഞാനിപ്പം ഇത് ഡിഗ്രി ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് ആയതേ ഉള്ളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് നിർത്തിക്കണം അതിനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടാ കുറേ കൂടെയൊക്കെ ഞാൻ കുറച്ചുകൂടെയൊക്കെ വായിക്കുന്നു, കുറേ കൂടെയൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ബുക്കുകളും കുറേ കൂടെയൊക്കെ രസകരമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നൊരു മനുഷ്യനാണ് ഞാൻ, നിങ്ങൾ എന്നെ വിട്ടുപിടി. കാരണം ഇത് ഞാൻ ഈ പറഞ്ഞ വളരെ സത്യം, നമുക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റുന്നൊരു വീട്, സ്വാതന്ത്ര്യമുള്ളൊരു വീട്, അതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാൻ ഫിലിം മേക്കർ പോലെ, അതുകൊണ്ടൊക്കെ ഇത് ചോദ്യമാണ്. പുള്ളി പറഞ്ഞു ഓക്കെ നീ പൊക്കോ. ഞാൻ പറഞ്ഞ് ഈ പാവപ്പെട്ട പിള്ളേരെ ഇതിൻ്റെ പേരിൽ പറഞ്ഞു നിങ്ങൾ ഇതായിരുന്നു, അതൊക്കെ എന്തേലുമൊക്കെ ഈ പഠിത്തത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു രസകരമായ കാര്യമില്ല, അത് ഞാൻ അങ്ങനെ വിട എന്നിട്ട് ക്രൂശിക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു സൗഹൃദത്തിലാണ് പോയി. അപ്പം ഇത് തെറ്റേതാ ശരിയേതാന്നുള്ളതല്ല. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഡിസ്മിസിലാവുന്നു, അതും ഷോർട്ട് ഫിലിം എടുത്തത്. ഇത് നോക്കൂ നമ്മൾ എവിടം വരെ പോയി എന്ന്. അതായത് നമ്മളിങ്ങനെ വന്നിട്ട് എനിക്കൊരു 26 വയസ്സുണ്ടാവും കോളേജിൽ ഞാൻ MA പഠിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഹോമോസെക്ഷൽസിനെ സപ്പോർട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം എടുക്കുന്നു. അപ്പോഴും ഞാനെന്ന കോളേജ് വിദ്യാർത്ഥി 26 വയസ്സുള്ള വിദ്യാർത്ഥി എൻ്റെ സൈഡിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനെ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കോളേജിൻ്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങിച്ച് ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട്. അത് ഈ സിനിമയാണ് പ്രശ്നമാണ്. ഞാൻ ഫിലിം സ്റ്റഡീസ് പഠിക്കുന്നു, ഞാൻ ഹോമോസെക്ഷലിനെ സപ്പോർട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം എടുക്കുന്നു, ഞാൻ പുറത്താവുന്നു. അപ്പം ഞാൻ ശരിയാണ് ചെയ്തത് എന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യമുണ്ട്, അപ്പോഴും ബോധ്യമുണ്ട്. പക്ഷേ കോളേജിന് തെറ്റാണെന്ന് എൻ്റെ പഠനം മുടങ്ങുന്നു, ഞാൻ ഡിസ്മിസലാവുന്നു. അത് എന്താ പറയുക, അപ്പം ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറയാം എൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി. ആ സിനിമ പിന്നീട് ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ പോയി അവാർഡുകളൊക്കെ കിട്ടുകയും ആ സിനിമ 5 മിനിറ്റേ ഉള്ളൂ, ആ രീതിയിൽ അത് എന്നെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ ആ സിനിമ. അപ്പം തെറ്റ് ശരിയാക്കി ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ശരിയെന്നുള്ളത് ചെയ്യാം. ഇപ്പോഴും ചേട്ടൻ പറഞ്ഞൊരു, അതായത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു, ഞാൻ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നതായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം അന്ന് പറഞ്ഞു ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ചേട്ടൻ ചെയ്തത് ശരിയാണെന്നുള്ളത്. പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, ചേട്ടൻ മുമ്പ് ഇൻ്റർവ്യൂവിൽ ഇത് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പേരൻസും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം ആണെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളെ തിരുത്തേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശം പോലും തന്നിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളിൽ കടക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഇപ്പോൾ ചേട്ടന് ടീച്ചേഴ്സ് അവിടുത്തെ മാനേജ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സ് പോലും ഒന്നും ഇടപെട്ടില്ല. കാരണം അവരായിരിക്കുമല്ലോ പറഞ്ഞു തരേണ്ടത്, കാരണം അവർ ഇതുപോലെ ഫിലിം മേക്കിംഗ് പഠിച്ച ആൾക്കാരാണ്, കുറേ കൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അവർ പോലും ഇടപെടാതെ മാറി നിൽക്കുമായിരിക്കും ചെയ്തത്. കാരണം അല്ലെങ്കിൽ അത്രയും പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോക്ക് വരണം, അവിടെ ഓപ്പൺ ഡിസ്കഷൻ വരണം. അപ്പോൾ അതവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് അങ്ങനെ നിൽക്കേണ്ട ആൾക്കാർ ഒരിക്കലും അങ്ങനെ നിന്നിട്ടില്ലല്ലോ ആ ഒരു സാഹചര്യത്തിൽ. അതാണ് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം ഇവരൊക്കെ തന്നെയാണ്, ഈ പേരൻസും ഈ ടീച്ചേഴ്സും. ഒരു കുട്ടി വീട്ടിൽ ജനിക്കുന്നു, ഒരു 4 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഇത് പിന്നെ ടീച്ചർമാരുടെ അടുത്താണ്. ഇവിടെ ഈ 2 കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നില്ല, നല്ല പേരൻറ്റിങ് ഉണ്ടാകുന്നില്ല, നല്ല ടീച്ചിങ്ങും സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്കൊക്കെ ചിലപ്പോൾ നമ്മളിത് പറയുമ്പോൾ വിരോധം തോന്നുമായിരിക്കും, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ ഞാൻ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്ന 2-3 അധ്യാപകരേ ഉള്ളൂ. അതിലിപ്പോൾ സ്നേഹം പറഞ്ഞല്ലോ, കോളേജിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആരും അതിൽ കൂടെ നിന്നിട്ടുണ്ട്, അധ്യാപകർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്, ടീച്ചറുണ്ട്, അല്ലാതെ അധ്യാപകരുണ്ട്. അവരൊക്കെയാണ് നമ്മൾ കൂടുതൽ ഓർക്കുന്നത്. സ്കൂളിൽ നിന്ന് ആകെ ഒരു 2 എണ്ണത്തിനൊക്കെ ഓർത്തെടുക്കാവുള്ളൂ. ഒന്നെൻ്റെ ഹെഡ് മാസ്റ്റർ സ്കൂളിൽ, ഞാൻ അയാൾ ഒരിക്കലും മറക്കൂല. എൻ്റെ കോളേജ് ലൈഫിൽ പിന്നെ 2-3 അധ്യാപകരുണ്ട്, 3 അല്ലാതെ കൂടുതലുണ്ട്. കൂടുതൽ നമ്മളെ പഠിപ്പിക്കാത്ത അധ്യാപകരാണ് നമുക്ക് കൂടുതൽ താല്പര്യം. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര മോശം, നമ്മളെ ഭയങ്കര നന്നാവാനാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മളടുത്ത് പെരുമാറിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മളോട് കാണിച്ച ദേഷ്യമൊക്കെ ഇതിനായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അധ്യാപകരുണ്ട്. എന്നെ പിന്നെ കോമേഴ്സിലുള്ള സാറൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷേ നമ്മളെ ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് ഒരു 5-6 പേര് താഴെയൊക്കെ ഉള്ളൂ നമുക്ക് ഓർത്തെടുക്കാൻ. ബാക്കി എല്ലാ അധ്യാപകരെയും ഞാൻ വെറുക്കുന്നു. എന്നെ ഞുള്ളിയിട്ടുള്ള, എന്നെ അടിച്ചിട്ടുള്ള, എൻ്റെ മക്കളെയൊക്കെ അടിച്ചിട്ടുണ്ട്, ഇപ്പോഴും സ്കൂളുകൾ അടിയുണ്ട്, അവരെയൊക്കെ അതിഭീകരമായി വെറുക്കുന്നു. ഞുള്ളി കഴിഞ്ഞാൽ നമ്മുടെ തൊലി എടുത്തോണ്ടാണ് പോകുന്നത് ചില അമ്മമാർ. ഞാൻ അമ്മമാരും തന്നെ പറയും, എനിക്ക് ഇത്രയും വെറുപ്പുള്ളൊരു വർഗ്ഗമില്ല, വേറെ തരത്തിൽ പഠിപ്പിക്കാം ഇവിടെ. അത് ഇപ്പോഴും അമ്മമാർക്ക് അറിയത്തില്ല. ഇവിടെ ഗവൺമെൻറ് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ വേറെ തരത്തിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇതുങ്ങൾക്ക് പറ്റുന്നില്ല, ഈ അധ്യാപക വർഗത്തിന് പറ്റുന്നില്ല. ഇപ്പം ഇതൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾ ഷോർട്സ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ അധ്യാപകരെ മുഴുവൻ ഞാൻ ഇരുന്ന് ചീത്ത പറയുന്ന പോലെ തോന്നും. പറ്റുമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാതെ ഇരിക്കുക. കാരണം ടീച്ചിങ് എന്ന് പറയുന്ന, അധ്യാപനം എന്ന് പറയുന്നത് വേറൊരു തരത്തിലോട്ട് മാറി. അത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സിസ്റ്റം ഇങ്ങനെയായിപ്പോൾ നമ്മൾ ഈ സിനിമയിൽ പെണ്ണുങ്ങളില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ്. എന്താണ് നമ്മുടെ അധ്യാപന രീതികൾ ഇങ്ങനെയാകുന്നതെന്നുള്ളത്. ഒരു കുട്ടിക്കൊരു പ്രശ്നം വന്നാൽ മാതാപിതാക്കളെ പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ ചില സമയം ചിലപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും. ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല,
ഇപ്പോൾ എൻ്റെ മക്കളെ അടിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ഞാൻ സ്കൂളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. എന്തിനാണ് എന്നെ ഒന്നും പേരൻസ് ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. അത് നമ്മളെ മേത്ത് ചുമ്മാ ഇവന്മാർ കൈവച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുമാതിരി ഗുണ്ടകളായിട്ട് തന്നെയാണ് എനിക്ക് ടീച്ചേഴ്സിനെ തോന്നുന്നത്. അടിച്ചൊന്നും ദേഹോദ്രവം ഏൽപ്പിച്ചൊന്നും ആരെയും ഈ ഭൂമിയിൽ നന്നാക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, വളരെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ചു. പക്ഷേ എല്ലാവരും വിചാരിക്കും, ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ അജയ് ചേട്ടനൊക്കെ വിചാരിക്കും ഞാൻ ഭയങ്കര റഫാണോ, അല്ലെങ്കിൽ എൻ്റെ സിനിമ പോലൊക്കെ തന്നെയാണ് ഞാനും എന്ന് വിചാരിക്കും. പക്ഷേ ഈ റഫ് ആൻഡ് ടഫിന് അപ്പുറത്തേക്കുള്ളൊരു ഭയങ്കര ജോളിയായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിയ ചേട്ടനാണ് എനിക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് ചേട്ടനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ട് ചേട്ടൻ്റെ. അപ്പോൾ അതിലുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഈ പാട്ടൊക്കെ പാടുന്നത്. അപ്പം ഇതിനകത്ത് ഫുൾ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ജോളിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പാട്ടൊക്കെ പാടുന്ന ചേട്ടൻ്റെ പടങ്ങളിലൊന്നും ഞാൻ അധികം പാട്ട് കണ്ടിട്ടില്ല. അതെന്താ അങ്ങനെ? അത് ഇങ്ങനെ സംഭവിച്ചു പോയതാ. ഇപ്പോൾ ശരിക്കും ആദ്യം ചെയ്യാനിരുന്ന സിനിമ കരിയർ ആ ഒരു സിനിമ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ച സിനിമയാണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അത് 2010 എഴുതിയ സ്ക്രീൻ പ്ലേ ആണ്. അത് വരുമ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ സിനിമ വരുന്നത്. 10 ഞാൻ എഴുതി കഴിയുന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്നത് 18 ടോവിനായിട്ട് ഞാൻ കണ്ട് സംസാരിക്കുന്ന പോലും 15 അപ്പോൾ ആ സിനിമ വെച്ച് എൻ്റെ കരിയർ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ 2 പെൺകുട്ടികളാണ് ചെയ്യുന്നത്. സോ ഞാൻ ആ കഥ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറയുന്നു. എനിക്ക് എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. ആസ് എ ഓഡിയൻസ് എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണെങ്കിൽ കാണാൻ ഞാൻ ചൂസ് ചെയ്യുന്നത് ചിലപ്പം കുറച്ച് തമാശയുള്ള അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള സിനിമകൾ തന്നെയാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആദ്യം 2 പെൺകുട്ടികൾ ചെയ്യുന്നു, സീരീസ് ആണ്. കുഞ്ഞുദേവൻ ചെയ്യുന്നു, സീരീസ് ആണ്. കിലോമീറ്റേഴ്സ് വന്നു. അതിനുശേഷം പോയി ചെയ്യുന്നത് കട്ട സീരീസ് ആണ്. മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ചെയ്യുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് ശ്രീധന്യ കേറ്ററിംഗ് സർവീസ് എന്നൊരു പടമുണ്ട്, അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാതൽ ചെയ്യുന്നു. എനിക്ക് ശരിക്കും ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉള്ള കളർഫുള്ളായിട്ടുള്ള സിനിമ ചെയ്യണം. ഞാനെപ്പോഴും എൻ്റെ DOPയോട് പറയാറുണ്ട്, നമ്മുടെ ഷോട്ടുകളെല്ലാം ഒരു നിറമൊന്നും ഇല്ലാതെ ഇനി എന്തെങ്കിലും കളറുണ്ടെങ്കിൽ അത് കളർ ഗ്രേഡ് സമയത്ത് അതെല്ലാം കുറച്ച് അങ്ങനത്തെ സിനിമകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള പടമൊക്കെ ചെയ്യണം ആലോചിക്കുന്നുണ്ട്. കുറേ പാട്ടുകളുള്ള നമുക്കാണ് ഇപ്പം അധികം കിട്ടില്ല മ്യൂസിക് ഡയറക്ടേഴ്സാണ് മലയാളത്തിൽ മുഴുവൻ അല്ലേ. അടിപൊളി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു ചാകരയാണ്. അല്ലെങ്കിൽ ഉള്ള എല്ലാവരും അടിപൊളി സംഗീതമാണ് തരുന്നത്. അപ്പോൾ ഇവരോടൊക്കെ ജോലി ചെയ്യണം, നല്ല പാട്ടുകൾ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അതിനുള്ള കഥകളൊക്കെ ആലോചിക്കുന്നു, ഒന്നും തീരുമാനമായിട്ടില്ല. ഈ കലാപരമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണോ മക്കൾക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള പേര്? മകന് മ്യൂസിക്, മകൾക്ക് കഥ, വളരെ ഭയങ്കര രസമുണ്ട് ആ പേരുകൾ കേൾക്കാൻ തന്നെ. എനിക്കൊന്നും ആർക്കും ഇല്ല, മകന്റെ പേര് ഒട്ടും കാണില്ല അല്ലേ, ഒരു മ്യൂസിക് എന്നുള്ള പേര് ആർക്കും കാണില്ല. അതെന്താ അങ്ങനെ ഇടാൻ കാരണം? നമ്മളിങ്ങനെ ഒരു യൂണീക്ക് പേരുണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പം എല്ലാവർക്കും ഉള്ള പോലെ പേരല്ലാതെ. അപ്പോൾ ഇങ്ങനെ മ്യൂസിക് എന്നൊരു പേര് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്കത് ഓക്കെ ആയി തോന്നി, അങ്ങനെയാണ് ഇട്ടത്. പിന്നെ റിലീജിയൻ ഒന്നും തോന്നണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതമൊക്കെ നമ്മൾ വലിച്ചെറിയേണ്ടി വന്ന അവസ്ഥകളൊക്കെ. അപ്പം ഒരു റിലീജിയൻ അങ്ങനെയൊക്കെ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ത് കാര്യത്തിനാന്ന് ഓർത്തിട്ടാണ് അവിടെ നിന്നൊക്കെ നമ്മൾ പോകുന്നത്. അപ്പം മതം ഫീൽ ചെയ്യേണ്ട നമുക്ക് തോന്നിയിരുന്നു. അപ്പം മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. മോളുണ്ടായപ്പോൾ കഥ എന്നുള്ള പേര് ചൂസ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു കാരണമുള്ള റിലീജിയൻ. ബാക്കി ഒരു യൂണീക്ക് ആയിട്ടിരിക്കട്ടെ, അധികം പേർക്ക് ഇല്ലാത്തൊരു പേര് കിട്ടുമോ നോക്കാന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. 2 പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ മോൻ വരുന്നതിന് മുന്നേ തന്നെ മ്യൂസിക് എന്നുള്ള പേര് ഞങ്ങളുടെ 2 പേരുടെ മനസ്സിലുണ്ടായിരുന്നു. മോൾ വരുന്നതിന് മുന്നേ. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിലെ ഒരു തുടക്കത്തിലൊക്കെയുള്ള ഒരു വീഡിയോ ഭയങ്കര രസമാണ്. നമ്മൾ കാണാത്തൊരു ജിയോ ചേട്ടനെയാണ് എനിക്കതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു ഷെറിക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു. ഫോർ യു ഇറ്റ്സ് ഷെറി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ആരാണ് ഷെറി? ഷെറിൻ എൻ്റെ കൂട്ടുകാരിയാണ്. എൻ്റെ ഷെറിൻ എന്ന് പറയുന്നത് ഞങ്ങൾ കോളേജിലെ എൻ്റെ ജൂനിയറാണ് അവള്. അപ്പോൾ ഷെറിൻ കുറേ നാൾ ബാംഗ്ലൂരാണ് ജോലി ചെയ്തത്. അപ്പോൾ ഷെറിന് ശമ്പളമുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ശമ്പളമില്ല. എൻ്റെ 2-3 കൂട്ടുകാർ കോളേജിലെ ജൂനിയേഴ്സ് എല്ലാം ബാംഗ്ലൂരുണ്ട്, കുറച്ച് പേര്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയായാലും ബാംഗ്ലൂർ പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കയറി പോകുന്നൊരു സമയമുണ്ടായിരുന്നു ബാംഗ്ലൂരിന്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ താമസിക്കുന്നത് 2-3 കൂട്ടുകാരുടെ വീട്ടിലാണ്. അവിടെ ഒരു ഗിത്താറുണ്ട്, 1-2 ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. എൻ്റെ ഇപ്പോൾ കാതലിൻ്റെ മ്യൂസിക് ഡയറക്ടർ മാത്യു, കാതലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനൊക്കെ ചെയ്ത മാത്യു, അവനുണ്ട്. അവൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, ക്രൈസ്റ്റില്ല. അപ്പോൾ ഇവരെയൊക്കെ കാണാനാണ് പോകുന്നത്. അവിടെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത് ഈ മാത്യു മാത്രമേ ഉള്ളൂ. അവന് വീട്ടിൽ നിന്ന് ഹോസ്റ്റൽ ഫീസും ഫുഡും ഒക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും അതൊരു രസമാണ്. ബാംഗ്ലൂർ അങ്ങനെ പോയി
ആ ഒരു സമയത്ത് ഷെറിൻ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങോട്ടോ പോകുമായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഷെറിൻ ബാംഗ്ലൂർ വിടുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഷെറിക്ക് ഒരു പാട്ട് ചെയ്തത്. ഷെറിൻ പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എൻ്റെ കുഞ്ഞു ദൈവമൊക്കെ ക്യാമറ ചെയ്ത് ജോബിയുടെ ഗേൾഫ്രണ്ട് ആയിരുന്നു. അവർ ഒരുമിച്ചൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു അന്ന് ബാംഗ്ലൂർ. ഇതൊക്കെ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ഷെറിൻ എനിക്ക് എന്താ എൻ്റെ അനിയത്തിയെ പോലെയുള്ള ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിപ്പോഴും വീണ്ടും അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോൾ ചോദിച്ചപ്പോൾ പോലെയാണ് ഞാൻ ആ കാലം തന്നെ ഓർക്കുന്നത്. ബാംഗ്ലൂരോട്ടുള്ള യാത്രയും എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാംഗ്ലൂർ എത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ കുറച്ച് ദിവസം ചുമക്കേണ്ടത്. പിന്നെ അവർ തന്നെ ടിക്കറ്റ് എടുത്ത് കയറ്റി വിടും. അങ്ങനെ എവിടെ എത്തുക. ഇനിയും ജിയോ ചേട്ടൻ്റെ, അതായത് നമ്മൾ കുറേ പടങ്ങൾ ജിയോ ചേട്ടനെ കണ്ടു. അപ്പോൾ ജിയോ ചേട്ടൻ തന്നെ പറഞ്ഞു എനിക്ക് മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യണം, അവർക്കൊപ്പം വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇനിയും ചേട്ടൻ്റെ ജോണേഴ്സ് ഒക്കെ എവിടെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ള ജോണേഴ്സ് ഏതൊക്കെയാണ്? എനിക്കിങ്ങനെ ഭയങ്കര രസമുള്ള സിനിമകൾ ആൾക്കാർ തിയേറ്ററിൽ വന്ന്, അപ്പോൾ ഇന്നലെ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. ഞാൻ ഭയങ്കരമായിട്ട് രസമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണം, ഭയങ്കര രസം. തിയേറ്ററിൽ മനുഷ്യർ വന്നിട്ട് കൂട്ടമായിട്ടൊരു ചിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിസ്സാര പരിപാടിയല്ല. ത്രില്ലടിപ്പിക്കുക, ഇതൊന്നും നിസ്സാരമല്ല. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറ്റുകയെന്ന് നോക്കണം. നല്ല പാട്ടുകളുള്ള സിനിമകൾ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, കുറേ പാട്ടുകളുള്ള സിനിമ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇപ്പം അതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഒരു സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഒന്നൊരു സ്ഥാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതെന്താവും നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അവസാന നിമിഷം എൻ്റെ റിക്വസ്റ്റ് ആണ്, നമുക്ക് വേണ്ടി ഒരു പാട്ട് പഠിത്തരൂ. പാട്ട് ഭയങ്കര ഈ പാട്ടുകളൊക്കെ കണ്ടാലേ, ഈ പാട്ടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പാട്ടുകളൊക്കെ ഒന്നെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതലും മോനായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചിലത് ബീനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് 1-2 ഫ്രണ്ട്സ്, അതായത് ആരും ഇല്ലാത്ത എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പാടാറുള്ളൂ. ഞാൻ നോക്കാം ഇപ്പോൾ ഏത് പാട്ട് പാടും, ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. കാരണം ജിയോ ചേട്ടൻ പാട്ട് പാടുന്നതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലെ നമ്മളിപ്പോൾ പറയുമ്പോഴായിരിക്കും അറിയുന്നത്. ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുതലായിരിക്കും. എന്നാൽ ഒരു പാട്ടിൻ്റെ ലിറിക്സ് അറിയത്തില്ല. ലിറിക്സ് നോക്കി ഫോണൊന്നും എത്താൻ പാടത്തെ. നീ അരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടൻ കരൾ പിടയും, ഇതളോര തിളവേൽക്കും വെൺശലഭം പോൽ ഞാൻ മാറിടും. നീ അരികിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടൻ കരൾ പിടയും, ഇതളോര തിളവേൽക്കും വെൺശലഭം പോൽ ഞാൻ മാറിടും. നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാകും ഞാൻ, നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ. പാദസരങ്ങളണിഞ്ഞ മനസ്സിലൊരായിരം ഓർമ്മകളാവുക നീ. നിനക്കെൻ്റെ മനസ്സിലെ മലരിത്ത വസന്തത്തിൻ മഴവില്ല് മെനഞ്ഞു തരാം. മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം. ഒരു സ്വർണ്ണത്തരിയായി മാറിൽ തല ചായ്ക്കാൻ മോഹിച്ചെത്തി, ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പി ഞാൻ. താങ്ക് യു. ഭയങ്കര രസമായിട്ടുണ്ട്. വേറൊരു ജിയോ ചേട്ടൻ വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു ചേട്ടാ, നന്നായിട്ടാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ്. പാട്ട് പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഈ പള്ളിയിലൊക്കെ പോകലൊക്കെ കുറച്ചല്ല, പള്ളിയിൽ പ്രശ്നമായി. അപ്പോൾ അങ്ങനെ അമ്മ ഉന്തിത്തള്ളി എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. പാട്ട് പഠിക്കാൻ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, പാട്ട് പാടാൻ ഇഷ്ടമില്ല. അതായത് സ്റ്റേജിൽ അമ്മ എന്നെ ലളിതഗാന മത്സരത്തിന് ചേർക്കും, എനിക്ക് പാടാൻ പേടി, ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഇഷ്യൂസ്. അങ്ങനെ എനിക്ക് പാട്ടിനെ ഞാൻ വെറുതെ തന്നെ ജീവിച്ചത്, വേറൊരു തരത്തിൽ. 8ാം ക്ലാസ് ആയപ്പോഴാണ് അത് മാറുന്നത് എങ്ങനെയോ ഒരു മൊമെൻറ്റിൽ. പിന്നെ നമ്മളെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടാനായിരുന്നു പാട്, സത്യം. കോളേജ് കഴിയുന്ന വരെ, കോളേജിലൊക്കെ അവസാനം ജിയോ ബേബിയുടെ എന്തെങ്കിലും പരിപാടി സ്റ്റേജിലുണ്ടെങ്കിൽ അത് നേരത്തെ സ്ക്രീൻ ചെയ്യണം, നേരത്തെ കാണണം. നമ്മൾ പിന്നെ പാട്ട് ഇത് ഈ കൊട്ടിപ്പാടുന്ന പരിപാടിയൊക്കെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട് കോളേജിൽ. അങ്ങനെ ഒരു അലമ്പ പരിപാടിയായിരുന്നു മൊത്തത്തിൽ. പക്ഷേ ഒരു 8ാം ക്ലാസ് വരെ അമ്മ എന്നെ ഇങ്ങനെ, എനിക്ക് പേടിയായിരുന്നു ഈ ആൾക്കാരുടെ മുമ്പിലിരുന്ന് പാട്ട് പാടാൻ. വേറെന്തെങ്കിലും കഴിവുണ്ടോ? അതായത് നമ്മൾ കാണാത്ത ഇതിനപ്പുറത്തേക്ക് വേറെന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വേറെ കഴിവൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടംപോലെ കഴിവുള്ള ആളാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിരലിൻ്റെ അകത്തോടെ കൊണ്ടുവരായിരുന്നു. അതൊരു കഴിവാണെങ്കിൽ. അല്ല ഇങ്ങനെ വെച്ചിട്ടേ, അല്ല ഇതൊക്കെ ഫണ്ണായിട്ട് അല്ല കിട്ടുന്നില്ല. പണ്ട് ഇങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു. ഈ ഇങ്ങനെ കൈ പിടിക്കാതെ ഇതിൻ്റെ അകത്തൂടെ ഈ വിരൽ ഇങ്ങനെ വരും. അതൊരു കഴിവാണോ? അല്ല, അതൊക്കെ പ്രാക്ടീസ്.
വേറെ ഒന്നുമില്ല, ഇത്രയും പോരെ. മതി മതി. ഇത് തന്നെ, ഇതുകൊണ്ട് തന്നെ വയ്യാതായിട്ടിരിക്കുന്നു. അങ്ങനെയല്ല, ഇത്രയും കഴിവ് തന്നെ ധാരാളം. ഓക്കെ ഏട്ടാ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് എനിക്ക് സമയം പോയത് അറിഞ്ഞതില്ല, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയത്, അതാ വിളിച്ചത് വീട്ടിൽ നിന്ന്. അതെ, ഒരുപാട് കാര്യങ്ങൾ അപ്പൊ സംസാരിക്കാൻ പറ്റി. ഇതിനകത്ത് കൊള്ളാന്ന് ഒക്കെ ഇല്ലത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെയാണ് ഇങ്ങനെ രസമായിട്ടൊക്കെ സംസാരമൊക്കെ ഉണ്ടാവുക. അതെ ചേട്ടന് വളരെ രസമായിട്ടൊക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ.